കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നും എല്ലാ വിഷയങ്ങൾക്കും 50% മാർക്ക് കുറയാതെ നേടിയിട്ടുള്ള ബികോം ബിരുദമുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ആണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, വിഫെൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാരിന്റെ കീഴിലുള്ള സഹകരണ ബാങ്കിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായിട്ടാണ് വിഫെൻ ജോബ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് വന്നിട്ടുള്ള ജോബ് പോസ്റ്റുകളിലേക്ക് കടക്കാം. കൂടാതെ നമ്മൾ പുതിയതായി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വിഫെൻ ജോബ്സ് യൂട്യൂബ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അടുത്തായി നമുക്ക് സഹകരണ ബാങ്കിൽ വന്നിട്ടുള്ള കാറ്റഗറി വൈസ് ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കടക്കേണ്ടതുണ്ട്. സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 30/4/2025 ആണ്. അതായത് ഏപ്രിൽ മാസം 30-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. കൂടാതെ നിയമന രീതി എന്ന് പറയുന്നത് നേരിട്ടുള്ള നിയമനമാണ്. കൂടാതെ ഓൺലൈൻ പരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുക. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് വിദ്യാർത്ഥികൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. സോ എങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. കേരള കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന മാത്രമേ വിദ്യാർത്ഥികൾ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയുള്ളൂ. അതിനായി വിദ്യാർത്ഥികൾ www.cseb.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. കാറ്റഗറി വൈസ് ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കടക്കും മുന്നേ നമുക്ക് ജനറൽ കണ്ടീഷനിലേക്ക് കടക്കേണ്ടതുണ്ട്. സോ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. തന്നിരിക്കുന്ന ജനറൽ കണ്ടീഷൻ എല്ലാ പോസ്റ്റുകൾക്കും ബാധകമാണ്. സോ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. പ്രായ പരിധി 1/1/2025 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും കൂടാതെ 40 വയസ്സ് കഴിയാൻ പാടില്ലാത്തതുമാണ്. സോ ഇവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ഈ പറയുന്ന 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നുണ്ട്. കൂടാതെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും വിമുക്ത ഭടന്മാർക്കും പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട്. കൂടാതെ ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവും വിധവകൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. കൂടാതെ സഹകരണ സർവീസ് പരീക്ഷ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ 1 മാർക്കിന്റെ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. കൂടാതെ നേരത്തെ സൂചിപ്പിച്ച പോലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്റർവ്യൂവിന് 20 മാർക്കാണ് ലഭിക്കുക. കൂടാതെ വിദ്യാർത്ഥികൾക്ക് വന്നിട്ടുള്ള പോസ്റ്റുകളിലേക്ക് അപേക്ഷ ഫീസിനോടൊപ്പം 18% GST കൂടി അടക്കേണ്ടതാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സഹകരണ സംഘം അല്ലെങ്കിൽ സഹകരണ ബാങ്കിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ ഫീസായിട്ട് ഒരു സംഘം അല്ലെങ്കിൽ ബാങ്കിന് 150 രൂപയാണ് വരുന്നത്. കൂടാതെ തുടർന്നുള്ള ഓരോ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കിന് കൂടി 50 രൂപ വീതം അധികമായി അടക്കേണ്ടതുണ്ട്. SC ST കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 50 രൂപയാണ് കോമൺ ഫീസ് ആയിട്ട് വന്നിട്ടുള്ളത്. അഡീഷണൽ ആയിട്ട് വരുന്ന ഓരോ സംഘം അല്ലെങ്കിൽ ഓരോ ബാങ്കിനും കൂടി 50 രൂപ അധികമായി പരീക്ഷ ഫീസ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. അടുത്തായിട്ട് നമുക്ക് കാറ്റഗറി വൈസ് ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഇവിടെ കാറ്റഗറി നമ്പർ 6/2025 സെക്രട്ടറി ആണ്. സോ ഇവിടെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ഡിഗ്രി വിത്ത് HDC ആൻഡ് BM ആണ്. കൂടാതെ 7 വർഷത്തെ അക്കൗണ്ട്സിലുള്ള എക്സ്പീരിയൻസും വേണ്ടതാണ്. സോ ഇതുമല്ല എന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേടിയിട്ടുള്ള BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് ആണ്. കൂടാതെ 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുമല്ല എന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ MCOM വിത്ത് ഫൈനാൻസ് ആണ്. അതുമല്ല എന്നുണ്ടെങ്കിൽ BCom കോർപ്പറേഷനിൽ 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സഹകരണ സംഘത്തിന്റെ പേരായിട്ട് വന്നിട്ടുള്ളത് പൂക്കോട്ടൂർ റൂറൽ സഹകരണ സംഘം മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ് വന്നിട്ടുള്ളത്. ഒഴിവുകളുടെ എണ്ണം വന്നിട്ടുള്ളത് ആകെ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ജനറൽ കാറ്റഗറിയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. സാലറി ആയിട്ട് 8000 രൂപയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 7/2025 ആണ്. അസിസ്റ്റന്റ് സെക്രട്ടറി ആണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും 50% കുറയാതെ നേടിയിട്ടുള്ള ബിരുദമാണ്. കൂടാതെ സഹകരണ ഹയർ ഡിപ്ലോമയോ അല്ലെങ്കിൽ സബോർഡിനേറ്റ് പേഴ്സണൽ കോർപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയതോ ആയ വിദ്യാർത്ഥികളോ അതുമല്ല എന്നുണ്ടെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSc അല്ലെങ്കിൽ MSc
നേടിയിട്ടുള്ളതോ അതുമല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നും എല്ലാ വിഷയങ്ങൾക്കും 50% മാർക്ക് കുറയാതെ നേടിയിട്ടുള്ള ബികോം ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഒഴിവുകൾ വന്നിട്ടുള്ള സംഘത്തിന്റെ പേരാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൊല്ലം താലൂക്ക് കോർപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘം കൊല്ലം ഡിസ്ട്രിക്റ്റ് ആണ്. അസിസ്റ്റന്റ് സെക്രട്ടറി ഒരു പോസ്റ്റാണ് വന്നിട്ടുള്ളത്. ജനറൽ കാറ്റഗറിയാണ്. സാലറി വന്നിട്ടുള്ളത് 19,890 മുതൽ 52,480 രൂപയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത്. കൂടാതെ ചൊവ്വര സർവീസ് കോർപ്പറേറ്റീവ് ബാങ്ക് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ്. അസിസ്റ്റന്റ് സെക്രട്ടറി ഒരു പോസ്റ്റ്. ജനറൽ കാറ്റഗറിയാണ്. സാലറി വന്നിട്ടുള്ളത് 23,310 മുതൽ 57,340 ആണ് സ്കെയിൽ ഓഫ് പേ ആയിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ പുതുനഗരം SCB ആണ് വന്നിട്ടുള്ളത്. സോ പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ്. അസിസ്റ്റന്റ് സെക്രട്ടറി ഒരു വേക്കൻസിയാണ് ഉള്ളത്. ജനറൽ കാറ്റഗറിയാണ്. 19,890 മുതൽ 52,480 വരെയാണ് സാലറി ലഭിക്കുക. കൂടാതെ എരമം കുറ്റൂർ സർവീസ് സഹകരണ ബാങ്കാണ്. സോ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് വന്നിട്ടുള്ളത്. അസിസ്റ്റന്റ് സെക്രട്ടറി ഒരു ജോബ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ജനറൽ കാറ്റഗറി തന്നെയാണ്. സാലറി സ്കെയിൽ 29,500 മുതൽ 69,250 വരെയാണ് സാലറി സ്കെയിലായിട്ട് ലഭിക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 8/2025 ആണ്. ജൂനിയർ ക്ലർക്ക് ആണ് ജോബ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് SSLC അഥവാ തത്തുല്യ യോഗ്യതയും കൂടാതെ സബോർഡിനേറ്റ് പേഴ്സണൽ കോർപ്പറേറ്റ് ട്രെയിനിങ് കോഴ്സ് അടിസ്ഥാന യോഗ്യതയുമായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ സഹകരണം ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ബികോം ബിരുദം നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുമല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ സഹകരണ സംഘത്തിൽ വന്നിട്ടുള്ള ഒഴിവുകളുടെ ഡീറ്റെയിൽ ആണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിൽ അടുത്തതായി കൊടുത്തിട്ടുള്ളത്. 66 സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് ജൂനിയർ ക്ലർക്ക് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഫൈൻ ജോബ്സ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ വിഫൈൻ ജോബ്സ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. സോ 5 ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ PDF നമ്മുടെ ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓരോ സ്ഥലങ്ങളിലെ സാലറി സ്കെയിൽ വ്യത്യാസമാണ്. സോ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 9/2025 ആണ്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ജോബ് പോസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ജോബിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് MCA അല്ലെങ്കിൽ ബിടെക് ആണ്. അതായത് കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസോ കൂടാതെ ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ പാസ്സായിട്ടുള്ള എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ MCA കംപ്ലീറ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസും വേണ്ടതാണ്. അതായത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇക്വലന്റ് പോസ്റ്റിൽ ഈ പറയുന്ന 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, 2 സഹകരണ സംഘത്തിലാണ് ജോബ് വന്നിട്ടുള്ളത്. അതായത് പാലക്കാട് കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിൽ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ജനറൽ കാറ്റഗറിയാണ്. സാലറി സ്കെയിൽ 24,730 മുതൽ 70,770 വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത്. കൂടാതെ പൊന്നാനി സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഈ പറയുന്ന ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ജനറൽ കാറ്റഗറിയാണ്. സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് 26,580 ടു 63,790 ആണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത്. സോ ഈ ഒരു നോട്ടിഫിക്കേഷനും നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ വിഫൈൻ ജോബ്സ് പബ്ലിഷ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റ്സും ജോബ് നോട്ടിഫിക്കേഷൻസ് ഗ്രൂപ്പ് വഴി ലഭിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക, കാറ്റഗറി നമ്പർ 10/2025 ആണ്. സോ ഇവിടെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയിട്ടുള്ള ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്തിട്ടുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസും ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സഹകരണ ബാങ്കിലൊക്കെ വന്നിട്ടുള്ള ഈ ഒരു 5 ജോബ് പോസ്റ്റുകളിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു 5 ജോബ് പോസ്റ്റിലേക്കൊക്കെ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. സോ ഉദ്യോഗാർത്ഥികൾ cscb.kerala.gov.in എന്നുള്ള കേരള കോർപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്തതിനു ശേഷം
അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത കാൻഡിഡേറ്റ്സിന് ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം വിദ്യാർത്ഥികളുടെ ഇമെയിലും പാസ്വേഡും ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ആണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത്. ഒറ്റത്തവണ രജിസ്ട്രേഷനായി മൊബൈൽ നമ്പർ, ഇമെയിൽ ID, തിരിച്ചറിയൽ രേഖ എന്നിവ നിർബന്ധമായും വേണം. ആധാറോ മറ്റു തിരിച്ചറിയൽ രേഖകളോ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം. ആധാർ ഉപയോഗിച്ചാണെങ്കിൽ ആധാറിലുള്ള പേര്, ആധാർ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്യുക. നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം താഴെ കാണുന്ന ബോക്സ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇമെയിൽ, മൊബൈൽ നമ്പർ എന്നിവ കൊടുത്തതിനു ശേഷം പാസ്വേഡ് കൊടുക്കാം. അതേ പാസ്വേഡ് ഒന്നുകൂടി നൽകി രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. മറ്റു രേഖകളാണെങ്കിൽ അവ നൽകിയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നൽകിയ മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ അഡ്രസ്സിലേക്കും വരുന്ന OTP നൽകി സബ്മിറ്റ് നൽകുക. OTP ലഭ്യമായില്ലെങ്കിൽ റീസെന്റ് OTP ക്ലിക്ക് ചെയ്യണം. മൊബൈൽ നമ്പറും ഇമെയിലും വെരിഫൈഡ് ആകുമ്പോൾ ക്ലിക്ക് ഹിയർ ടു ലോഗിൻ നൽകാം. പ്രൊഫൈൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം ഇനി വരുന്ന പേജിൽ കാണാം. പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുവാൻ ഉദ്യോഗാർത്ഥിയുടെ ഫോട്ടോ, സിഗ്നേച്ചർ, ഉദ്യോഗാർത്ഥിയുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ്, ഏജ് പ്രൂഫ്, റിസർവേഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയുടെ ഡിജിറ്റൽ കോപ്പി കൈവശം വയ്ക്കുക. ഫോട്ടോ 150 പിക്സൽ വിഡ്ത്ത് 200 പിക്സൽ ഹൈറ്റ് ഡയമെൻഷനുള്ള 30 KB താഴെ സൈസ് വരുന്ന JPG ഫോർമാറ്റും, ഒപ്പ് 150 പിക്സൽ വിഡ്ത്ത് 100 പിക്സൽ ഹൈറ്റ് ഡയമെൻഷനുള്ള 30 KB താഴെ സൈസ് വരുന്ന JPG ഫോർമാറ്റും, ബാക്കി സർട്ടിഫിക്കറ്റുകൾ 200 KB താഴെ സൈസ് വരുന്ന PDF ഫോർമാറ്റും ആയിരിക്കണം. തുടർന്ന് മൈ പ്രൊഫൈൽ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകാം. പേഴ്സണൽ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നിവയെല്ലാം നൽകുക. ഫോട്ടോയും ഒപ്പും അപ്ലോഡ് ചെയ്യുക. പ്രൊഫൈലിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത വിവരങ്ങൾ രേഖപ്പെടുത്തുക. എക്സ്പീരിയൻസ് വിവരങ്ങളും രേഖപ്പെടുത്തുക. പ്രൊഫൈലിൽ ജനറൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. നൽകിയ വിവരങ്ങളെല്ലാം മൈ പ്രൊഫൈൽ ലിങ്കിലുള്ള പ്രൊഫൈൽ പ്രിവ്യൂ എന്ന മെനുവിൽ കാണാനാകും. തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ പ്രൊഫൈൽ എൻട്രി എന്ന മെനുവിൽ പ്രവേശിച്ച് മാറ്റാനുമാകും. വന്നിട്ടുള്ള പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ആണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത്. കേരള കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന തൊഴിലുകളിലേക്ക് അപേക്ഷിക്കാനായി ഉദ്യോഗാർത്ഥികൾ cscb.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ലോഗിൻ ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ലിസ്റ്റിൽ അനുയോജ്യമായ പോസ്റ്റുകൾ കണ്ടെത്തി അപേക്ഷകൾ നൽകാവുന്നതാണ്. ചെക്ക് എലിജിബിലിറ്റി ക്ലിക്ക് ചെയ്ത് നോക്കുക. പ്രായപരിധിയും യോഗ്യതയും അനുസൃതമായ പോസ്റ്റുകൾക്ക് നേരെ കാണുന്ന അപ്ലൈ നൗ ക്ലിക്ക് ചെയ്ത് അപേക്ഷകൾ നൽകാം. ഇനെലിജിബിൾ ആണ് കാണിക്കുന്നതെങ്കിൽ റീസൺ ഫോർ ഇനെലിജിബിലിറ്റി ക്ലിക്ക് ചെയ്ത് നോക്കുക. പ്രായപരിധിക്ക് പുറത്താണെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല. തസ്തികയ്ക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അവ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇതിനായി അപ്ലൈ വിത്ത് ഇക്വലൻസി ക്ലിക്ക് ചെയ്ത് അനുയോജ്യമായ ക്വാളിഫിക്കേഷൻ വിവരങ്ങൾ നൽകുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നിന്നും അനുയോജ്യമായ സൊസൈറ്റികൾ തിരഞ്ഞെടുത്ത് പ്രൊസീഡ് ടു അപ്ലൈ ക്ലിക്ക് ചെയ്യുക. ഇനി അപേക്ഷാ ഫീസ് ഓൺലൈനായി സമർപ്പിക്കുന്ന പ്രക്രിയയാണ്. പ്രൊസീഡ് ടു പേ ക്ലിക്ക് ചെയ്യാം. പേയ്മെന്റ് ഗേറ്റ്വേ തിരഞ്ഞെടുത്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പേയ്മെന്റ് കഴിയുന്നതുവരെ ബാക്ക് ബട്ടൺ, റിഫ്രഷ് ബട്ടൺ എന്നിവ ക്ലിക്ക് ചെയ്യരുത്. പേയ്മെന്റ് സക്സസ് ആകുകയാണെങ്കിൽ ഫൈനൽ സബ്മിറ്റ് നൽകി ആപ്ലിക്കേഷൻ സബ്മിഷൻ പൂർത്തിയാക്കാം. പേയ്മെന്റ് ഫെയിൽ ആകുകയാണെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യാവുന്നതാണ്. ഫെയിൽ ആകുന്ന കേസിൽ ട്രാൻസാക്ഷൻ റെസ്പോൺസ് നോട്ട് ചെയ്ത് സൂക്ഷിക്കുക. ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അപേക്ഷിച്ച തസ്തികകൾ കാണാനാകും. അവ ഡൗൺലോഡ് ചെയ്യാനും കഴിയും. സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വിഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ വിഫൈൻ ജോബ്സ് ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്.